ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിക്കുക. ഈ ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. പ്രധാനമായി 2 അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ അതിന് ചാർത്തിയിട്ടുള്ള വാച്യാർത്ഥം. 2, ബൈബിൾ അതിന് നൽകുന്ന അർത്ഥം. അതിൽ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. ഈ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ അതിന് ചാർത്തിയ വാച്യാർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ മടുപ്പ് എന്ന് തന്നെ, ഒന്നുകൂടെ പറഞ്ഞാൽ നിരാശ എന്ന് തന്നെ. ശുശ്രൂഷ ജീവിതത്തിൽ പഴയ പുതിയ നിയമങ്ങളിൽ മാറി മാറി ഉപയോഗിക്കപ്പെട്ട ഭക്തന്മാരുടെ ആത്മീക ജീവിതത്തിന്റെ മുൻപിലുണ്ടായ വെല്ലുവിളികൾ നിമിത്തം, അവരെ മടുപ്പിക്കുന്ന ഒരു ആത്മലോകം നിമിത്തം അവർക്ക് മടുപ്പുകൾ, നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശത്തെ അടച്ചു കളഞ്ഞ ശക്തനായ പ്രവാചകൻ ഒരു സ്ത്രീയുടെ വെല്ലുവിളിയുടെ മുൻപിൽ, ഒരു ചൂരച്ചെടി തണലിൽ, മതി കർത്താവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞ് മടുത്തും മരണം കൊതിച്ച് കിടക്കുകയാണ്. ഈ പ്രവാചകൻ മരിക്കാനുള്ളവനല്ല, അവനൊരു ദൂരയാത്രയ്ക്കുള്ളവനാണ്. ഒരഭിഷേകത്തിന്റെ ബാക്കി പത്രം തന്റെ ശുശ്രൂഷയുടെ പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്. മരണമില്ലാതെ അങ്ങോട്ടൊരു എടുക്കപ്പെടൽ തന്റെ പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷേ നിരാശയുടെ മുഖത്ത് ഈ മനുഷ്യൻ പറയാം, മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. അടുത്ത വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഇരമ്യ പ്രവാചകനാണ്. എന്താണ് ഇരമ്യ പ്രവാചകന്റെ സവിശേഷത? കറക്റ്റ് ദൂതാണ് ഇരമ്യാവ് പറഞ്ഞത്. നിയോഗത്തിന്റെ ദൈവശബ്ദമാണ് ഇരമ്യാവിന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ കിട്ടിയത് കല്ലേറും കന്നത്തടിയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ്. നിയോഗത്തിന്റെ ദൈവശബ്ദം ജനത്തിന്റെ വിടുതലിനായി അതരം തുറന്ന് മടികൂടാതെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും കിട്ടുന്നത് കല്ലേറും കന്നത്തടിയുമാണ്. അതുകൊണ്ട് യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നത്, നിന്നെ കേൾപ്പിച്ചു കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ച് ദൈവം മുമ്പാകെ വീഴുകയാ. നിരാശ ബാധിച്ചു, മടുപ്പ് ബാധിച്ചു. മറ്റൊരാൾ പൗലോസ്ലീഗയാണ്. പൗലോസിന് എന്ത് നിരാശ? ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോ മടുപ്പ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രസംഗിക്കുന്ന എനിക്കുണ്ടായിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആത്മാവിൽ ഒരു ദൂതൻ നിങ്ങളോട് പ്രവചിച്ചു പറയാം. എവിടെയാണോ മടുപ്പ് വ്യാപരിച്ചത്, ഏലിയാവിന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ ഒരു ദൂരയാത്രയ്ക്കായി അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ച് ഓടിച്ചതുപോലെ ഈ രാത്രി മടുപ്പ് വ്യാപരിച്ച ശുശ്രൂഷ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, പ്രാർത്ഥനയുടെ മൂർച്ചയോടുള്ള ബന്ധത്തിൽ, ആരാധനയുടെ തീവ്രതയോടുള്ള ബന്ധത്തിൽ മടുപ്പ് വ്യാപരിച്ച ചിലരെ വിലാപ്പുറത്ത് തട്ടി കർത്താവ് ഓടിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്നിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. അതിന്റെ കറക്റ്റ് അർത്ഥം എന്താണ്? ഞാൻ അതിനെ അല്പം ആധികാരികമായി വിശകലനം ചെയ്തപ്പോൾ ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പദം ഒഗ്നാർസോ എന്നാണ്. സ്തോത്രം. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? മാന്യമുണ്ടാകാതിരിക്കുക എന്നാണ്. അതിന്റെ മറ്റൊരർത്ഥം ആങ്ങി തൂങ്ങി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറൊരർത്ഥം എന്ന് പറയുന്നത് അലസതയില്ലാതിരിക്കുക എന്നാണ്. മറ്റൊരർത്ഥം മടിയനായിട്ട് ഇരിക്കാതിരിക്കുക എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പൊ ഈ യിരെമ്യാവിന്റെ പർവ്വതത്തിലും ഒരു പദം ഇവിടെ ചേർത്ത് വെച്ചേക്കണം. ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതേ അർത്ഥമാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങ് മടിയോടെ, അങ്ങ് നിഷ്ക്രിയത്വത്തോടെ ആത്മീക ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാതെ ചടുലമായ ഒരു തിളയ്ക്കുന്ന ഒരു ലെവലിൽ വൈകാരിക തീവ്രതയോടെ ശുശ്രൂഷയ്ക്കായി, ആത്മീക ജീവിതത്തിനായി സജ്ജരായി പുറത്തു വരിക എന്നാണ് ഒന്നാം ഭാഗത്തിന്റെ അർത്ഥം. മനസ്സിലാകുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. അതിന്റെ 2ാം ഭാഗത്തിലേക്ക് വരിക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറയുമ്പോൾ മാർട്ടിൻ ലൂതർ അതിനെപ്പറ്റി പറയുന്നത് ഉത്സാഹത്തെ സംബന്ധിച്ച് മടുപ്പുള്ളവരാകരുത്, അലസരാകരുത് എന്നാണ്. അതിന്റെ 2ാം ഭാഗം ആത്മാവിൽ എരിവുള്ളവരാകുക. ഒന്നിച്ചൊന്ന് പറയാമോ? ആത്മാവിൽ എരിവുള്ളവരാകുക. അതിൻ്റെ ആ എരിവ് എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ്ങിലേക്ക് നമ്മൾ പോയാൽ ശുഷ്കാന്തി, തീഷ്ണത, എരിവ്, ജ്വലിക്കുന്ന
കത്തിയെരിയുന്ന വികാര തീവ്രമായ, അപ്പൊ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ അലസമായ ആ പരിപാടി അങ്ങ് വിട്ടിട്ട്, നിഷ്ക്രിയത്വം നിറഞ്ഞ ആ പരിപാടി അങ്ങ് വിട്ടിട്ട്, സ്തോത്രം, ഉദാസീനമായ നമ്മുടെ ആ ശൈലി അങ്ങ് വിട്ടിട്ട് വൈകാരികമായി ജ്വലിക്കുന്ന കത്തിയെരിയുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറുക എന്നാണ്. സ്തോത്രം. ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിന്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് ആദ്യം അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പറയാം, എടുത്തു പേന കയ്യിൽ, കുത്തിയിറക്കി പേന കയ്യിൽ, ഊറി വന്നു ചോര, ജീവൻ തുടിക്കുന്ന ചോര, എഴുതി ജീവിക്കുന്നെങ്കിൽ യേശുവിനായി, മരിക്കുന്നുവെങ്കിൽ യേശുവിനായി. ഇതാണ് ശരിക്കും എരിവെന്ന് പറയുന്നത്. മിണ്ടുന്നില്ല. ചോരക്കകത്ത് പേന ഇട്ട് എഴുതി വെക്കുക, ജീവിക്കുന്നെങ്കിൽ യേശുവിനായി, മരിക്കുന്നെങ്കിൽ യേശുവിനായി. ഇങ്ങനെ പറഞ്ഞ് ചാടിയിറങ്ങാൻ, ഉദാസീനതയോടല്ല, അലസതയോടല്ല. ഈ നമ്മൾ ഈ തീവ്രവാദ ചിന്താഗതികളുടെ അകത്ത് ചാവേറുകളെ കുറിച്ച് വായിച്ചിട്ടില്ലേ? ഇതുപോലെ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, പ്രാണൻ കളയേണ്ടി വന്നാലും, രക്തം ഒഴുക്കേണ്ടി വന്നാലും, ഒരു നല്ല ധീര രക്തസാക്ഷിയെ പോലെ നിൽക്കത്തക്ക വിധത്തിൽ പുറത്തു വരാൻ ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഈ യോഗസ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ആത്മാവിൽ ഇടത്തും വലത്തും നോക്കാതെ, മുൻപിലും പിൻപിലും നോക്കാതെ, എന്റെ ദൈവമേ എന്നെ അങ്ങനെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ, സ്തോത്രം, വചനത്തിന് മാറ്റമില്ലെങ്കിൽ നമ്മുടെ നാളുകളും നമ്മുടെ ദിവസങ്ങളും വരാൻ പോവുകയാണ്. ഓ ജീസസ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച്, അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഇവിടെ വാപൂട്ടി അടങ്ങിയിരിക്കേണ്ടുന്ന ഒരു അനുശോചന സമ്മേളനമല്ല ഇത്. ഇത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനാണ് നടക്കുന്നത്. ഈ തീം പ്രസംഗിച്ചു തീർക്കുക. ഞാൻ ചിന്തിച്ചു, ഒരു 70 പ്രസംഗമെങ്കിലും ഞായറാഴ്ച കൊണ്ട് ഈ തീമിനെ ആസ്പദീകരിച്ച് ഇവിടെ നടക്കും. 70 പ്രസംഗക്കുറിപ്പുകൾ തയ്യാറാക്കി പോകുക എന്നുള്ളതിന്റെ അപ്പുറത്ത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ലൈഫിനകത്തേക്ക് അങ്ങ് കയറട്ടെ. ഓ ജീസസ്. സത്യത്തിൽ ഒരുവിധം മനസാക്ഷി ഉള്ളവരുടെ ചങ്ക് വാടിയില്ലേ? 4000 സഭകൾ അമേരിക്കയിൽ ഒരു വർഷം അടയുന്നു എന്ന് പറയുമ്പോ, ഓ ജീസസ്, അത് അമേരിക്കയിലല്ലേ എന്ന് ചിന്തിക്കരുത്. ഇവിടെയും വരാൻ വലിയ താമസമൊന്നുമില്ല. ജീസസ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ആത്മാവിൽ കത്തുന്ന ഒരു കൂട്ടം ഈ രാത്രി രംഗത്ത് വരണം. ആത്മാവിൽ ജ്വലിക്കുന്ന, ആത്മാവിൽ എരിയുന്ന, ആത്മാവിൽ രാത്രികളെ പകലാക്കുന്ന ഒരു കൂട്ടം രംഗത്ത് വരണം. ഓ ജീസസ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, അങ്ങനെ ഒരു കൂട്ടത്തെ മിലിറ്ററി റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പോലെ ഈ രാത്രി കർത്താവ് തള്ളി ഇറക്കാൻ പോകുകയാണ്. ഓ ജീസസ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കെട്ടി നിൽക്കുന്ന വെള്ളം തള്ളിപ്പായിച്ചു കൊണ്ടുവരുന്നത് പോലെ ആത്മാവിൽ എരിവുള്ളവൻ തിരശ്ശീലയുടെ പിന്നിൽ മറഞ്ഞാലും നിന്റെ അകത്ത് കത്തുന്ന ഒരു തീ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ തള്ളി ഇറക്കുന്ന, ഈ രാത്രി ഒരു കൂട്ടം യുവാക്കന്മാരെ, അഭിഷക്തന്മാരെ സ്വർഗം തള്ളി ഇറക്കുന്ന രാത്രിയാണ്. ഒരു കൂട്ടം വാർദ്ധക്യത്തിലെത്തി എന്ന് പറയുന്ന അഭിഷക്തന്മാരെ സ്വർഗം തള്ളി ഇറക്കുന്ന രാത്രിയാണ്. ഈ രാത്രി എന്നെ അങ്ങനെ ഒന്ന് ആക്കണേ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയൊക്കെയോ നടത്തുന്ന ചില പ്രാർത്ഥനകൾ മതി നമ്മുടെ ചരിത്രം മാറ്റപ്പെടാം. ഈ രാത്രി ആരെയും ശ്രദ്ധിക്കാതെ യോഗത്തിന്റെ അകത്തിരുന്ന് വചനത്തിന്റെ ശക്തി അകത്തേക്ക് കത്തിക്കേറുമ്പോൾ ആത്മാവിൽ അലറി കരയാനുള്ള വീര്യം നിന്റെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ അത് മറക്കാൻ എന്റെ ദൈവം അനീതിയുള്ളവനല്ല.
ദാവീദ് ചോദിക്കുന്ന, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടില്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലയോ? കണ്ണുനീര് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രയോജനപ്പെടാനുള്ള നിന്റെ ആവേശം പുസ്തകത്തിൽ എഴുതാതിരിക്കുകയല്ല. നീ പ്രഖ്യാപിക്കപ്പെടുന്ന, നീ പുറത്തു വരുന്ന ഒരു സീസൺ ഉണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, അകത്ത് നിയോഗം വ്യാപരിക്കുന്നവനെ ഏത് രഹസ്യ അറയ്ക്കകത്ത് ഒതുക്കിയാലും നിയോഗം അവനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഓ ജീസസ്. കഴിഞ്ഞ ദിവസം എവിടെ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, 36 അടി നീളത്തിൽ 26 അടി വീതിയിൽ ഒരു വേദി കെട്ടി 50,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം കൊണ്ടെത്തരാൻ നിനക്ക് ഒരുവൻ നിൽക്കുന്നില്ലെങ്കിൽ നീ നിൽക്കുന്ന ഇടം വേദിയാക്കാൻ അറിയാവുന്ന ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയുണ്ട്. ആത്മാവിൽ പ്രതികരിക്കുവാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. പ്രോഫറ്റിന്റെ മനോഹരമായ പരിഭാഷയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ആത്മീകമായി ചുട്ടുപഴുത്ത തിളക്കം പുലർത്തുക എന്നാണ്. ഇതിനകത്ത് ഇമോഷൻ ഉണ്ടെന്ന്. ഞാൻ എരിയണമെങ്കിൽ ഇമോഷൻ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് മോഫറ്റ് പറയുന്നത്, ചുട്ടുപഴുത്ത് തിളക്കമുള്ള ലോകം പോലെ. ബാർക്ലേ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ജീസസ്. അതിനൊരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്. അവിടെ പറയുന്നത് തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുക, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ. ആത്മാവിന്റെ അകത്തൊരു ചുട്ടുപഴുത്ത ലോകം അവൻ തിളങ്ങുന്നത് പോലെ ഒന്ന് തിളങ്ങാൻ, ഒന്ന് ജ്വലിക്കാൻ ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു സ്വപ്നമുണ്ടെങ്കിൽ ഈ രാത്രി അങ്ങ് അതിനല്ല ഈ തീം, അതിനല്ല ഈ തീം. പ്രസംഗിച്ച് തീർക്കാനല്ല, 70 പ്രസംഗം പ്രസംഗിക്കാനല്ല. ഈ തീം ചിലരെ ചുട്ടുപഴിപ്പിക്കാൻ വേണ്ടിയാ. ഈ എരിവ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. ഈ താളടി കൊടുക്കാതെ കട്ട ചോദിക്കുന്ന സ്വഭാവം ബർവോന്റെ സ്വഭാവമാണ്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ കൊടുക്കുകയല്ല, പക്ഷെ റിസൾട്ട് ചോദിക്കും. ഇത് ബറവോന്യ തന്ത്രമാണ്. ആത്മാവിൽ എരിയണമെന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ എരിയാനുള്ള സോഴ്സും എരിഞ്ഞതിന്റെ മാതൃകയും ദൈവം ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് ചെയ്യാല. ആത്മാവിൽ എരിയണം എന്ന് പറഞ്ഞാൽ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ എരിവോടെ. എന്താ എരിവ? പ്രസംഗകന്റെ എരിവെന്നാണ്, പിന്നെ പ്രവാചകന്റെ എരിവെന്നാണ്. കമോൺ, ദൈവത്തിന്റെ എരിവ്. എല്ലാവരും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ എരിവ്. നമ്മളിലേക്ക് ഇറങ്ങി വരേണ്ടുന്ന എരിവേതാ? ഈ രാത്രി എരിഞ്ഞ ഒരുവൻ നമുക്ക് വേണ്ടി പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് എരിയാൻ കൊതിക്കുന്ന നിന്റെ മേൽ ആ എരിവിനുള്ള പകർച്ച അവിടെ നയിക്കാതിരിക്കുകയല്ല. ഈ എരിക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവ ഗുണത്തിലൊന്ന്. ദൈവത്തിന് 2 ടൈപ്പ് സ്വഭാവ ഗുണങ്ങളാണ്. ഒന്ന്, സമ്പർക്കം പുലർത്താൻ കഴിയാത്തവ, അൺറിലേറ്റീവ് ആട്രിബ്യൂട്ട്സ്. 2, സമ്പർക്കം പുലർത്താൻ കഴിയുന്നവ. അതിൽ സമ്പർക്കം പുലർത്താൻ കഴിയാത്തവ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയാത്തവ ഏതൊക്കെയാണ്? ദൈവത്തിന്റെ സർവശക്തി, ദൈവത്തിന്റെ സർവജ്ഞാനം, ദൈവത്തിന്റെ സർവ സമീപസ്ഥത, ദൈവത്തിന്റെ മാറ്റമില്ലായ്മ, ദൈവത്തിന്റെ നിത്യത. ഇതൊന്നും ദൈവം ആരുമായിട്ടും കൈമാറ്റം ചെയ്തിട്ടില്ല.
ചെയ്യത്തുമില്ല. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അദ്ദേഹത്തെ ദൈവം എന്ന് വിളിക്കണം. പക്ഷെ ആർക്കും ദൈവം അത് കൊടുത്തിട്ടുമില്ല. അത് ദൈവത്തിന്റെ മാത്രം സ്വഭാവ ഗുണമാണ്. എന്നാൽ സമ്പർക്കം പുലർത്താൻ കഴിയുന്ന സ്വഭാവങ്ങളുണ്ട് ദൈവത്തിന്. സ്നേഹം, വിശുദ്ധി, ദയ, വിശ്വസ്തത, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അതിൽ ഒരു സ്വഭാവ ഗുണമാണ് എരിവ്. ഹല്ലേലൂയ. ഈ എരിവെന്ന പദത്തെ നമ്മൾ വിശകലനം ചെയ്താൽ അതിന് രണ്ട് പ്രത്യേക പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ബൈബിളിൽ കിനാഹ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലേക്ക് വരുമ്പം അത് സിലോ ആണ്. സിലോ. അപ്പം ദൈവത്തിലുള്ള ഈ സ്വഭാവ ഗുണം, അതിന്റെ അർത്ഥം ശുഷ്കാന്തി എന്നും മറ്റുമാണ്. അപ്പൊ എരിവ് എന്ന് കണ്ടാലും ശുഷ്കാന്തി എന്ന് കണ്ടാലും സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ എരിവ് എന്ന് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുമ്പോൾ എവിടെയാണ് ദൈവം എരിഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ രണ്ടു വിധത്തിൽ ദൈവം എരിഞ്ഞിട്ടുണ്ട്. രണ്ടു വിധത്തിൽ. ഒന്ന്, പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് എരിവുണ്ടായിട്ടുണ്ട്. രണ്ട്, ദൈവജനത്തോടുള്ള കൺസേണിനായി എരിവുണ്ടായിട്ടുണ്ട്. അതിൽ ദൈവത്തെ എരിവുള്ള, തീഷ്ണതയുള്ള ദൈവം എന്ന് വിളിച്ച പല വാക്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ ഞാൻ തീഷ്ണതയുള്ള ദൈവം. ദൈവത്തിന്റെ പേരാണ് ഞാൻ തീഷ്ണതയുള്ള ദൈവം, എരിവുള്ള ദൈവം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് വായിക്കുന്നത്. അവൻ പരിശുദ്ധ ദൈവം, തീഷ്ണതയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ യഹോവ റാഫ, യഹോവ റോഫി, യഹോവ ശമ്മ, യഹോവ ജൈറെ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഒരു പേര് പറഞ്ഞിരിക്കുക. തീഷ്ണതയുള്ള ദൈവം, എരിവുള്ള ദൈവം. ഈ എരിവാണ് നമ്മുടെ അകത്തോട്ട് കത്തിക്കേറേണ്ടത്. ഹല്ലേലൂയ. ഈ എരിവിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 20-ന്റെ 5 വായിക്കണം. അവിടെ എന്നെ പകയ്ക്കുന്ന പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ സന്ദർശിക്കും. ഓഹോഹോ. നമ്മളാണെങ്കിൽ നമ്മുടെ ആ ഒരു പിണക്കമൊക്കെ ഒരു 2 വർഷം കൊണ്ട്, ചിലപ്പോ ഒരു 5 വർഷം കൊണ്ടൊക്കെ അങ്ങ് പോകും. പക്ഷെ കഥ പറയുകയാണ് 3-ാമത്തെയും അപ്പൊ മറക്കൂ? ഇല്ല, മറക്കുകയല്ല. സന്ദർശിക്കും എന്ന് പറഞ്ഞാൽ ദൈവം സന്ദർശിക്കും, ദൈവം മറക്കുകയല്ല. അത് എരിവിന്റെ തീഷ്ണതയാണ്. ഞാൻ അതിനൊരു നല്ല ഉദാഹരണം പറയാം. ഈ യാക്കോബ് തന്റെ 12 മക്കളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യഹൂദ ഗോത്രത്തിനോട് പറഞ്ഞ ഒരു അനുഗ്രഹമാണ്, സ്തോത്രം, രാജദണ്ഡ് നിന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. പക്ഷേ ഇസ്രായേലിൽ 1-ാമത്തെ രാജാവ് യഹൂദയിൽ നിന്നല്ല, അത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ്. ദൈവമേ, ആദ്യം പറഞ്ഞ വാഗ്ദത്തം മറന്നോ? ഇല്ല, മറന്നില്ല. പിന്നെ എന്ത് ബെന്യാമീൻ ഗോത്രത്തിന് രാജ്യത്വം കൊടുത്തത്? അതിനകത്തൊരു ഭയങ്കര ദൂത് കിടപ്പുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു റിയാലിറ്റിയാണ്. കാര്യം പറയാം പ്രിയരേ, പണ്ട് ലോത്തിന് പറ്റിയ ഒരു അബദ്ധമുണ്ട് ഗുഹയ്ക്കകത്ത്. ഹലോ, ഇതേ അബദ്ധം പറ്റിയ ആളാണ് യഹൂദ. പറഞ്ഞു വരുമ്പോ മനസ്സിലാകും. രോമം കത്തിരിക്കുന്ന അടിയന്തരം പോയപ്പോ വഴിമാറി ഒന്ന് നടന്നത്, വടി, കോലാട്ടും കുട്ടി, മോതിരം, മോതിര ചരട്, തലമാറ്. ഹല്ലേലൂയ. ലോത്തിന് എന്തു പറ്റിയോ അത് തന്നെ യഹൂദയ്ക്ക് പറ്റി. സ്തോത്രം. ഇതിന്റെ പ്രത്യേകത എന്താ? ആവർത്തനം 23-ന്റെ 3 പറയാം, കൗലിടയൻ 10-ാം തലമുറ വരെ ദൈവ പദ്ധതിക്കകത്ത് വരരുത്. ആര്? കൗലിടയൻ 10-ാം തലമുറ വരെ വരരുത്. സെയിം സംഭവമാണ് യഹൂദയ്ക്ക് പറ്റിയിരിക്കുന്നത്. അത് ദാവീദ് 10-ാം തലമുറയാണെന്ന് തെളിയിക്കാം. നിങ്ങളെ പറ്റുമെങ്കിൽ മത്തായി സുവിശേഷം ഒന്ന് എടുത്തോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് മത്തായി സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം. യഹൂദ താമാരിൽ പാരസിനെയും സാരകനെയും ജനിപ്പിച്ചു, 1-ാം തലമുറ. അടുത്തത്
പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, രണ്ടാം തലമുറ. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, മൂന്നാം തലമുറ. അരാം അമ്മീദാദാബിനെ ജനിപ്പിച്ചു, നാലാം തലമുറ. അമ്മീദാദാബ് നഗശോനെ ജനിപ്പിച്ചു, അഞ്ചാം തലമുറ. നഗശോൻ സൽമോനെ ജനിപ്പിച്ചു, ആറാം തലമുറ. സൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ഏഴാം തലമുറ. ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, എട്ടാം തലമുറ. ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഒമ്പതാം തലമുറ. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, പത്താം തലമുറ. ഓ ഹല്ലേലൂയ. മറന്നില്ലേ ദൈവമേ പണ്ടത്തേത്? വല്ലവരും ഉണ്ടോ അവിടെ? പണ്ടത്തെ മറന്നില്ലേ? ഇല്ല, മറക്കുകയല്ല. അത് ദൈവത്തിന്റെ തീഷ്ണതയുടെ വലുപ്പമാണ്. ജീസസ്. വാഗ്ദത്തത്തിന്റെ നിയോഗം കയ്യിലിരുന്നിട്ടും ആ വാഗ്ദത്തത്തിന്റെ കൈമാറ്റം ഒന്ന് അനുഭവിക്കാൻ കഴിയാതെ, ആരും അറിയാതെ എവിടെയോ സംഭവിച്ച ഒരു പാപം ദൈവം മറക്കുമെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. 10ാം തലമുറ വരെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മറക്കരുത്. ജീസസ്. വാഗ്ദത്തം മേൽ കിട്ടിയിട്ടും അത് കളഞ്ഞു കുളിച്ച ഒരു വലിയ കൂട്ടം ഇന്നുണ്ട്. ദൈവം മറക്കുകയില്ല. അതിനേക്കാൾ വലിയ പ്രശ്നം ബെന്യാമിൻ ഗോത്രത്തിന്. ഈ പുള്ളിക്ക് രാജ്യത്തോളമല്ല അവനെ വിളിച്ചിറക്കി കൊടുത്തത്. അഭിഷേകം കിട്ടി ദിവസങ്ങൾക്കുള്ളിൽ അതിനെ കളഞ്ഞു കുളിച്ച ഒരു പുള്ളി. ഇതാണ് ചിലർക്ക് സംഭവിച്ചിരിക്കുന്നത്. നിയോഗമുള്ളതല്ല, പദ്ധതിപ്പെട്ടതുമല്ല, തമ്പുരാന്റെ കരുണക്കകത്ത് വിളിച്ച് ചിലത് ഏൽപ്പിച്ചിട്ടു അതിനെ വഴിയിൽ കളഞ്ഞു കുളിച്ച ഒരു ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷേകന്മാര്, എന്റെ സഹപ്രവർത്തകരായ ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം. ആർക്കും കിട്ടാത്ത വാഗ്ദത്തം നിന്റെ തലമേൽ ദൈവം ചൊരിഞ്ഞെങ്കിൽ അത് ദൈവത്തിന്റെ നീതി. അത് കിട്ടുന്നത് വരെ നീതിയോടെ ജീവിക്കാൻ ദൈവത്തിന്റെ വികാര തീഷ്ണതയിൽ ദൈവം അത് മറക്കുകയല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഓർത്തോണം, നമ്മൾ മറന്നാലും ദൈവം അത് മറക്കുകയില്ല. അപ്പൊ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒരു എരിവുണ്ട്. 2, സ്തോത്രം, തന്റെ ജനത്തിന്റെ കരുതലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒരു എരിവുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിലാർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഒരു യോദ്ധാവിനെ പോലെ, ഒരു വീരനെ പോലെ തന്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അടുത്തത്, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ദൈവമേ, അങ്ങേക്ക് ശത്രു ഉണ്ടോ? അങ്ങയുടെ ശത്രു ആരാ? ദൈവത്തിന്റെ ശത്രു ആരാ? ദൈവത്തിന് ഒരു ശത്രുവില്ല. പിന്നെ ആരെയും ഇവിടെ ശത്രു എന്ന് വിളിച്ചിരിക്കുന്നത്? ഞാൻ പറയാം, ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ശത്രു ആരോ അവനാ ദൈവത്തിന്റെ ശത്രു. ഓ ജീസസ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ, നിനക്ക് വേണ്ടി ന്യായം തീർക്കാൻ, നിനക്ക് വേണ്ടി കാര്യം പറയാൻ, നിനക്ക് വേണ്ടി കേറിച്ചെല്ലാൻ, നിനക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്താൻ ഈ രാത്രി ഒരുത്തനും ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, നിനക്ക് വേണ്ടി ഒരു യോദ്ധാവിനെ പോലെ, ഒരു വീരനെ പോലെ പുറപ്പെടുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ടെന്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരിക്കുന്നവർ ഈ രാത്രി ആത്മാവിൽ സ്തുതിച്ചാട്ടെ. ഷാദാന റഗദൽ ജനാദന. ഈ രാത്രി അഭിഷേകന്മാരെ ഞാൻ ആത്മാവിൽ ദൂത് പറയാ. ചോദ്യം ചെയ്യാൻ ആരുമില്ലേ? മറുപടി പറയാൻ ആരുമില്ലേ? ഈ രാത്രി ദൈവം ഒരു വീരനെ പോലെ, ദൈവം ഒരു യോദ്ധാവിനെ പോലെ ഏതൊക്കെയോ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ രാത്രി ദൈവം അങ്ങനെ എഴുന്നേൽക്കാൻ പോകുക. ഏതൊക്കെയോ സഭകൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അങ്ങനെ എഴുന്നേൽക്കാൻ പോകുക. ഏതൊക്കെയോ അഭിഷേകന്മാർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അങ്ങനെ എഴുന്നേൽക്കാൻ പോകുക. ഒരു യോദ്ധാവിനെ പോലെ ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ ആരാധിച്ചാട്ടെ. എനിക്കറിയാം ഇന്ന് രാത്രി ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഈ ടെന്റിനകത്ത് വ്യാപരിക്കുന്നു. ഓ, ആരും കാണുന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി ഒരു യോദ്ധാവിനെ പോലെ, ഒരു വീരനെ പോലെ ദൈവം ഇന്ന് രാത്രി വീശിയടിക്കുന്ന കാറ്റ് പോലെ ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ.
മടുപ്പുകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആരും ഇല്ലെന്നുള്ള ചിന്താഗതികളുടെ കെട്ട് ഇന്ന് രാത്രി പൊട്ടട്ടെ. പ്രസംഗകനോടല്ല പ്രതികരണം, ഈ രാത്രി നിന്റെ വിലാപ്പുറത്ത് തട്ടുന്ന ദൈവത്തിന്റെ ഇടപെടലിനോടാ. ദൈവത്തിന് പ്രത്യേക ശത്രുവില്ല. നിന്റെ ശത്രു ആരോ അതത്ര ദൈവത്തിന്റെ ശത്രു. ഹല്ലേലൂയ. സംഗീതത്തിൽ പറഞ്ഞ നിന്നെ തൊടുന്നവൻ നിന്നെയല്ല, തൊട്ടതാരെയാ? തൊട്ടത് നമ്മളെയൊക്കെയാ തൊട്ടത്. പക്ഷെ കർത്താവ് പറയുന്നതാണ് തൊട്ടത് നിന്നെയല്ല, തൊട്ടത് ആരും അറിയാത്ത നിന്നെയാ. നീ ആരുടെ ചരിത്രത്തിലില്ല, നീ ഒരു ലിസ്റ്റിനകത്തുമില്ല, നീ ഒരു സാധാരണക്കാരനാ. പക്ഷെ നീ ആത്മാവിൽ ജ്വലിക്കുന്നവനാ. നിന്നെയാ തൊട്ടത്. കർത്താവ് പറയാ അത് എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയ. അപവാദം കേട്ടവരുണ്ടോ? ഉടഞ്ഞവരുണ്ടോ? തകർന്നവരുണ്ടോ? വേദനിച്ചവരുണ്ടോ? നൊമ്പരപ്പെട്ടവരുണ്ടോ? ചവിട്ടി താഴ്ത്തപ്പെട്ടവരുണ്ടോ? ഉടഞ്ഞ പാത്രം പോലെ ഇരിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തെ ദൈവകരത്തിലോട്ട് ഏൽപ്പിക്ക്. ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ദൈവം ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഒന്നും നോക്കരുത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പറ, ആത്മാവിൽ പറ, കർത്താവ് എനിക്ക് വേണ്ടി അങ്ങ് എഴുന്നേൽക്കണമേ. എനിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ഉലക ചരിത്രത്തിൽ ഒരുത്തനുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ. യഹൂദയിൽ ശേഷിക്കുന്ന രക്ഷിത ഗണം താഴെ വേരൂന്നി മീത ബലം കായ്ക്കും. യഹോവയുടെ തീഷ്ണതയെ അതിനെ അനുഷ്ഠിക്കും. നിന്നെ വേറെ അറുത്ത് കളയത്തക്ക വിധത്തിൽ ശത്രു പദ്ധതി ഒരുക്കിയെങ്കിൽ നിനക്ക് വേണ്ടി എരിയുന്നവൻ നിന്നെ താഴെ വേരൂന്നി നിന്നോട് ആരാ പറഞ്ഞ നീ പ്രയോജനമുള്ളവനാണെന്ന്? നിന്നോട് ആരാ പറഞ്ഞ നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന്? ഈ രാത്രി കർത്താവിലേക്ക് നോക്ക്. താഴെ വേരിനെ ആഴ്ത്തിയിട്ട് നീത ബലം കായ്പിക്കത്തക്ക വിധത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയായത്. ഇതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ എരിവോടെ കർത്താവ് നിനക്ക് വേണ്ടി എരിഞ്ഞു തുടങ്ങിയാൽ നിന്റെ നിന്ന പോകും. കർത്താവ് നിനക്ക് വേണ്ടി എരിഞ്ഞു തുടങ്ങിയാൽ നിന്റെ പേര് മാറും. കർത്താവ് നിനക്ക് വേണ്ടി എരിഞ്ഞു തുടങ്ങിയാൽ നിന്റെ ചരിത്രം മാറും. ഇന്ന് രാത്രി കർത്താവിനോട് പറ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് എരിയണമേ. ഈ എരിവാണ് യേശുവിലുണ്ടായത്. ഈ എരിവാണ് യേശുവിലുണ്ടായത്. ദൈവാലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അതെന്നെ കർത്താവ് ഈ എരിവ് തിന്നുന്നത്, അതിന്റെ തീവ്രതയാ. തിന്നുന്നു എന്നൊക്കെ പറയുമ്പോ അതിന്റെ തീവ്രത എന്താ കർത്താവ് എരിയുന്നേ? ആലയത്തിനകത്ത് കണ്ട അപജയം,
മഹത്വം ഇറങ്ങിയ ആലയം, ദൈവസാന്നിധ്യം ഇറങ്ങേണ്ടുന്ന ആലയം അപജയത്തിനകത്തേക്ക് വീണുപോയപ്പോ നാണയവിനിമയക്കാർ, കച്ചവടക്കാർ ആലയത്തിനകത്തേക്ക് രംഗപ്രവേശം ചെയ്തപ്പോ ഇന്നലകളുടെ മഹത്വവും ഇന്നിന്റെ അപജയവും കണ്ട കർത്താവ് ആത്മാവിൽ ചുട്ടുപഴുത്ത ആമേൻ ഒരു ലോകം പോലെയായി. കർത്താവിന്റെ ഉള്ളം ഒരു ബോയിലിംഗ് പോയിന്റ് പോലെയായി. പ്രിയരെ, ആലയത്തിനകത്തും മഹത്വമില്ലെങ്കിൽ അണികളിൽ മഹത്വം ഉണ്ടാകുകയില്ല. ആലയത്തിനകത്തും മഹത്വം കുറഞ്ഞു പോയാൽ ആലയത്തിൽ വരുന്നവന്റെ മേൽ മഹത്വം ഉണ്ടാകുകയില്ല. ആലയത്തിൽ മഹത്വമില്ലെങ്കിൽ ആലയത്തിനകത്ത് വരുന്നവരിൽ മഹത്വം ഉണ്ടാകുകയില്ല. ഇത് രണ്ടും ശരിയാണെങ്കിൽ ജനം മര്യാദകേടിലേക്ക് പോകും. ഇന്നിന്റെ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ, ആലയത്തിനകത്ത് മഹത്വമില്ല. വേറെ പല ബിസിനസ്സുകൾ ആലയത്തിനകത്ത്. ചമ്മട്ടി യേശു ഉണ്ടാക്കിയതുപോലെ ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്ത് വിൽപ്പനകൾ നടത്തുന്നവരെ പുറത്താക്കത്തക്ക വിധത്തിൽ ആത്മാവിൽ കത്താൻ ഒരു കൂട്ടം അഭിഷക്തന്മാർ ഈ രാത്രി രംഗത്ത് വരുമെങ്കിൽ എപ്പോഴൊക്കെ അപജയം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ മഹത്വം പോയിട്ടുണ്ട്. ഏലിയുടെ കാലത്ത് ആലയത്തിന്റെ പാർശ്വങ്ങളിൽ സംഭവിച്ച പാപമാ ആലയത്തിൽ നിന്നും മഹത്വം പടിയിറങ്ങാൻ കാരണമായത്. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഈ മഹത്വം. ഇന്ന് രാത്രി ഒന്ന് നിലവിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? രാത്രികളിൽ ആത്മാവിൽ ഒന്ന് പോരാടാൻ ആരെങ്കിലും ഉണ്ടോ? ഈ രാത്രി കർത്താവിന് ആളിനെ ആവശ്യമുണ്ട്. ആമേൻ. ഇടിവിൽ നിന്ന് പോരാടാൻ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ കർത്താവിന് ഒരു കൂട്ടത്തെ ആവശ്യമുണ്ട്. ആലയത്തിലെ അപജയങ്ങളെ കണ്ട് എന്റെ ദൈവമേ എന്ന് മാറിൽ തട്ടി ഒന്ന് നിലവിളിക്കുക. ആളുണ്ടെങ്കിൽ ഈ രാത്രി മഹത്വത്തെ മടക്കി തരാം. ദൈവസഭയുടെ സകല ലോക്കൽ ചർച്ചുകളിലേക്ക് മഹത്വം മടങ്ങുന്ന ദിവസങ്ങളായി മാറട്ടെ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കർത്താവിനോടൊന്ന് പറ, കർത്താവിനോട് പറ. കർത്തൃദാസന്മാർ ആത്മാവിൽ പറ, ഞങ്ങളുടെ ആത്മീയ ആരാധന നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പ്രവചനങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ച പോയി, ഞങ്ങൾക്ക് പലതിലും ബിസിയായി. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ആത്മാവിന്റെ അകത്ത് ഒരു എരിവിടണമേ. ആ മഹത്വം തിരിച്ചു വരത്തക്ക വിധത്തിൽ കർത്താവിന് ഒത്തിരി പേരൊന്നും വേണ്ട, കർത്താവിന് ചിലര് മതി. കർത്താവിന് ഒത്തിരി പേര് വേണ്ട, കർത്താവിന് ചിലര് മതി. ഈ രാത്രി എന്നോടൊപ്പം ആമേൻ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറ, ഞാൻ ഇവിടെയുണ്ട്. അതിനകത്തൊരു ലീഡർഷിപ്പിനെ വേണം. അതിന് പോരാടാൻ ഒരു കൂട്ടം കർത്തൃദാസന്മാരെ വേണം. പ്രാർത്ഥനയുടെ പിന്നിൽ പോരാടാൻ ഒരു കൂട്ടം ധീര വനിതകളെ വേണം. ഈ രാത്രി പറ, ഞാൻ ഇവിടെ ഉണ്ട്. ഓ ജീസസ്. കർത്തൃദാസന്മാരെ ഞാൻ ആത്മാവിൽ പറയാം. ആമേൻ. യേശു ജനിച്ച കാലഘട്ടത്തിൽ ഒത്തിരി വൃദ്ധന്മാരുണ്ടായിരുന്നെങ്കിലും ആ ചോരക്കുഞ്ഞിനെ കയ്യിലെടുക്കുക, ഇത് കർത്താവിന്റെ രക്ഷയാണെന്ന് പറയാം, ഒരു ശിമയോനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാത്രി അങ്ങനെയുള്ള ശിമയോന്മാരെ കർത്താവിന് വേണം. അത് കാണാൻ ഒരു ഹന്നയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് അങ്ങനെ ഒരു കൂട്ടം ഹന്നമാരെ ദൈവസഭയുടെ ചരിത്രത്തിൽ വേണം.
നിലവിളിക്കുന്ന ധാരാളം ദൈവജനം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എനിക്കറിയാം, 1 അല്ല 10 അല്ല 100 കണക്കിന് ആളുകളെ ഈ രാത്രി വിലാപ്പുറത്ത് തട്ടി സ്വർഗം അതിനു വേണ്ടി നിയോഗിക്കാൻ പോകുക. കുഞ്ഞിനെ കയ്യിലെടുക്കാൻ. ഒരു ചോരക്കുഞ്ഞിനെ കണ്ടാൽ ഇത് സാധാരണ കുഞ്ഞല്ലെന്ന്, ഇത് ഇസ്രയേലിന്റെ രക്ഷയാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു കൂട്ടം കർത്തൃദാസന്മാര്, പിതാക്കന്മാര്. ഇതേ എരിവ പൗലോസിൽ വ്യാപരിച്ചത്. പൗലോസ് പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ എരിവോടരിക. കാരണം നിങ്ങളെ ഒരു പുരുഷന് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. പക്ഷെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സഭയെ വലിച്ചു കൊണ്ടുപോകേണ്ടതിന്, ഏകാഗ്രതയെ കെടുത്തേണ്ടതിന് ഒരു സാത്താന്യ മണ്ഡലം സകല നിഗൂഢമായ തന്ത്രങ്ങൾ പയറ്റി നോക്കുമ്പോൾ പൗലോസ് പറയുക, ഞാൻ എറിയുന്നു. ഓ ജീസസ്. ആരെങ്കിലും ഇതിന് നടുവിൽ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാന്? ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാന്? ഒരു ദെബോര വന്നതല്ല ഇസ്രായേലിന്റെ ചരിത്രമാണ്. ഓ ജീസസ്. ദെബോരയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ദെബോരയുടെ ചരിത്രത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം, ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം തോറ്റുപോയിരുന്നു. നായകന്മാരുണ്ടായിരുന്നു, പക്ഷെ നായകന്മാർ തോറ്റുപോയി. എപ്പോ വരെ? ദെബോരയായ ഞാൻ എഴുന്നേൽക്കുന്നത് വരെ. തോൽവിയുടെ ചരിത്രം മാറാൻ ഒരു ദെബോര എഴുന്നേറ്റുണ്ട്. തോൽവിയുടെ ചരിത്രം മാറാൻ ഇവിടെ ഏതെങ്കിലും ഒരു ദൈവ മനുഷ്യൻ എഴുന്നേറ്റാ മതി. തോൽവിയുടെ ചരിത്രം മാറാൻ ഇവിടെ ഏതെങ്കിലും, ഇതിനല്ലേ നമ്മൾ ആത്മാവിന്റെ എരിവെന്ന് പറയുന്നത്. ആ ചരിത്രം നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സ്തോത്രം ദെബോര ആളുകളെ ആഹ്വാനം ചെയ്തു. അവിടെ സ്തോത്രം ഇസ്സാഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ നിന്നു. എന്നാൽ സ്തോത്രം താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ രൂബേൻ അനങ്ങിയില്ല. നീർച്ചാലുകളുടെ അരികെ ഘനമേറിയ മനോനിർണയം. അത് കഴിഞ്ഞപ്പോ സ്തോത്രം ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകളുടെ അരികെ, ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. പക്ഷെ പ്രാണനെ ത്യജിക്കാൻ ഒരു സെബൂലൂൻ, പോർക്കള മേടിൽ നിൽക്കാൻ ഒരു നഫ്താലിയെ പ്രാണനെ ത്യജിക്കാൻ തന്റെ ഇടത്തോടെ നീ ഉണ്ടോ? സെബൂലൂനെ പോർക്കള മേടിൽ നിൽക്കാൻ നിനക്ക് തന്റെ ഇടമുണ്ടോ? നീ ദെബോരയോട് ചേർന്ന് നിന്നാൽ മതി, താഴ്വരയിൽ ജയം സംഭവിക്കും. തൊള്ളായിരം 20 വർഷത്തെ ചരിത്രം. പക്ഷെ ചെറിയ ഒരു കൂട്ടം നേരെ നിന്നപ്പോൾ അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കുതിരക്കുളമ്പുകളെ ഘട്ടനം ചെയ്യത്തക്ക വിധത്തിൽ ഈ രാത്രി ദെബോരയോട് ചേർന്ന് ഒരു സെബൂലൂനും ഒരു നഫ്താലിയും എഴുന്നേൽക്കാമെങ്കിൽ ഈ രാത്രി സീസരയല്ല, സീസരയേക്കാൾ വലിയ പുള്ളികൾ വന്നാൽ ദൈവസഭയുടെ മുൻപിൽ Oh Jesus. ഞാൻ സകല റെസ്പെക്റ്റോടുകൂടെയും ദൈവസഭയുടെ ലീഡേഴ്സിനെ നോക്കി പറയുക, ഇവിടെയുള്ള സകല
പാസ്റ്റേഴ്സിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയുക, ദെബോരയെ പോലെ ലീഡേഴ്സ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ പ്രാണനെ ത്യജിക്കാൻ പോർക്കള മേടുകളിൽ നിൽക്കാൻ ഞങ്ങളെ പോലെ ഒരു കൂട്ടമുണ്ടാകും. അത് സ്റ്റേറ്റ് ഓവർസിയറിനോടുള്ള വാക്കല്ല, അത് ഞങ്ങൾക്ക് കർത്താവിനോട് പറയാനുള്ള പദവാ. കുറെ കാലമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഇരുമ്പ് രഥം 900 കണക്ക് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അവിടെ അത് ഇവിടെ ഇത് കുറെ കാലമായി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ രാത്രി പ്രാണനെ ത്യജിക്കാൻ ഞങ്ങളുണ്ട്. പോർക്കള മേടുകളിൽ ആത്മാവിൽ നിൽക്കാൻ ഞങ്ങളുണ്ട്. ഇന്ന് രാത്രി തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞതുപോലെ അത് വായി കൊണ്ടല്ല, സ്വന്തം ചോര കണ്ടു പറയും എന്നതുപോലെ ഈ രാത്രി പ്രാണൻ കൊടുത്ത് കർത്താവിനോട് പറ, ഞങ്ങൾ നിൽക്കാം. ദൈവസഭ നമ്മുടെ ജോലി സ്ഥലമല്ല, ഇത് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല, ഇത് നമ്മുടെ പ്രാണനാണ്. ഇന്ന് രാത്രി ബൾബിന്റെ 2 ലൈനുകൾ ഇവിടെയുള്ള പവർ സപ്ലൈയുമായി കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഇവിടെയുള്ള അഭിഷക്തന്മാർ ആത്മാവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവജനോ കർത്താവുമായി ഈ രാത്രി കണക്റ്റഡ് ആയിരിക്കട്ടെ. ഇന്ന് രാത്രി ബൾബ് ജ്വലിക്കുന്നത് പോലെ ചിലതിന്റെ മേലെ ഒരു പുതപ്പിനായിട്ട് ഈ രാത്രി റിക്രൂട്ട് ചെയ്യാൻ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്.